എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ആ കിരീടം ഫയലായി സ്വീകരിച്ച ആളുകളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. പക്ഷേ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവുന്നതാണെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക. ഈ ഫയൽ സ്വീകരിച്ച റീഡിംഗ് ആണ് ആദ്യം പറയുന്നത്. നമുക്ക് കാർഡുകളിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ്, നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കുമോ എന്നതിനെക്കുറിച്ച് നാം നോക്കുമ്പോൾ അവസരങ്ങളുടെ നഷ്ടം, സ്ഥിരതയുടെ അഭാവം, ഈ ബന്ധത്തിൽ സുരക്ഷിതത്വമില്ലെന്നും ആദ്യത്തെ അവസരങ്ങൾ ഉപയോഗിക്കപ്പെടാതെ പോയെന്നും കാണുന്നു. അതായത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് മുമ്പ് ആ വ്യക്തിയിലേക്ക് കൃത്യമായിട്ട് അടുക്കാനുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തിയതായിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതെ ഇരിക്കുന്നതാകാം, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സ്നേഹിക്കാതിരിക്കുന്നതാകാം. നിലവിൽ മനസ്സും അറിഞ്ഞിട്ടുള്ളൊരു ആത്മബന്ധത്തിലേക്ക് വരുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ കുറ്റമാവണമെന്നില്ല രണ്ടുപേരുടെയും, നിങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ വ്യത്യാസമാകാം. എങ്ങനെയായാലും അവിടെ ഒരു അവസരങ്ങളുടേതായ ഒരു കുറവ്, പ്രതിസന്ധികൾ കാണുന്നുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കപ്പിലതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഏതായാലും ശരിക്കും മനസ്സറിഞ്ഞ് പെരുമാറേണ്ടതുണ്ട്. ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാം. നമ്മൾ ആ വ്യക്തി ഒഴിവാക്കുമെന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഒന്നാമത്തെ കാർഡിൽ ഒഴിവാക്കുമെന്ന അർത്ഥമില്ല, പക്ഷെ ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നു. മനസ്സുമായിട്ട് അങ്ങോട്ട് അടുക്കുന്നില്ല, എന്തോ പ്രശ്നങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതാണ് നമുക്ക് ആദ്യത്തെ കാർഡിൽ നിന്ന് പറയാനുള്ളത്. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. രണ്ടാമത്തെ കാർഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡാണ്. തൃപ്തിയില്ലായ്മ ഈ കാർഡിൽ വ്യക്തമാവുന്നുണ്ട്. ആകാംക്ഷകൾ നിറവേകാതെ പോകുന്നതും ഈ ബന്ധത്തിൽ വ്യക്തിക്കൊരു തൃപ്തിയില്ലായ്മ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതായത് അത് തന്നെയാണ് പ്രശ്നം. ആ വ്യക്തിയുടെ മനസ്സിൽ തൃപ്തി കുറവ് തോന്നുന്നു. ആ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നു. ഏതായാലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, പരിഗണനയുണ്ട്, പക്ഷേ അതൊന്നും പുറത്തേക്ക് വരുന്നില്ല. ജീവിതത്തിൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നില്ല. ഇതിങ്ങനെ പോയാൽ ശരിയാകില്ല. 9 ഓഫ് കപ്സ് പറയുന്നത് അതാണ്. ജീവിതത്തിൽ നല്ല സന്തോഷമായിട്ട് പോകേണ്ട അവസരങ്ങൾ മോശമാക്കിപ്പോയി, ഒന്നും നേടാൻ കഴിയാതെ നഷ്ടമായിട്ട് ഭവിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടെ നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക. നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. 6 ഓഫ് സ്വാർഡ്സ് ആണ്. മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് വിജയകരമാക്കാൻ കഴിയുന്നില്ല. പുറത്തു പോകാൻ ശ്രമിച്ചാലും പിന്നെയും പ്രതിസന്ധികൾ വരുന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനും പ്രശ്നങ്ങൾ മാറ്റാനും ഒക്കെ ശ്രമിച്ചാലും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. തീരാത്ത പ്രശ്നം, ഒരുപക്ഷെ ഈഗോ, പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, പരസ്പരം അംഗീകരിക്കാനുള്ള മടി, അങ്ങനെ എന്നിത്യാദി പല കാര്യങ്ങളാകും. ഏതായാലും അതൊരു പ്രതിസന്ധി തന്നെയാണ്. നമ്മൾ സംസാരിച്ച് കൃത്യതയിലാക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ ആ ബന്ധത്തെ തന്നെ അത് ബാധിക്കുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ വരണം. അതായത് രണ്ട് പേര് തമ്മിലുള്ള വഴക്കിൽ രണ്ടുപേര് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിലും സംസാരിക്കുമ്പോൾ ഒന്നും തീരുന്നില്ല, പ്രതിസന്ധികൾ കൂടുതലുണ്ടാകുന്നൊരവസ്ഥ സംജാതമാകും. നമുക്ക് നാലാമത്തെ കാർഡ് 5 ഓഫ് സ്വാർഡ്സ് ആണ്. കലഹങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, പക്ഷേ അവിടെ അസ്വസ്ഥത തുടരുകയാണ്. ഈ വ്യക്തിക്ക് പാഠം പഠിക്കാൻ ഉള്ളൊരു മനസ്സില്ല, പറഞ്ഞു കൊടുക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയോട് പറയുന്നുണ്ടാവും, പക്ഷെ ആ വ്യക്തി അത് തലയിലേക്ക് കയറുന്നില്ല. ചില ദുസ്വാധീനങ്ങളുണ്ട്, ചില ആളുകൾ ദുസ്വാധീനങ്ങളൊക്കെ നടത്തുന്നുണ്ടാകാം. മനസ്സിലേക്ക് കയറുന്നില്ല. പറയുന്നത് അംഗീകരിക്കാനോ പറയുന്നത് മനസ്സിലാക്കാനോ കഴിയുന്നില്ല. ഉൾട്ടയായിട്ടാണ്, തലതിരിഞ്ഞ ബുദ്ധിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് തന്നെ വലിയൊരു പ്രതിസന്ധി തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരുപക്ഷെ സ്നേഹം കൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ വിപരീത ദിശയിൽ പറഞ്ഞു കൊടുത്ത ആൾക്കാരാണ് വലുത്. അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്.
അടുത്ത കാർഡിലേക്ക് പോകാൻ ഡീവിളെന്ന് പറഞ്ഞ കാർഡാണ്. അസ്വസ്ഥമായ ബന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ശ്രമമുണ്ട്, എന്നാൽ ഇവർ ഇപ്പോഴും ആ ബന്ധത്തിലേക്ക് കുടുങ്ങി കിടക്കുന്നു. ഏതോ ഒരു പ്രതിസന്ധിയൊക്കെ നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ മനസ്സിനെ തടസ്സപ്പെടുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിൽ നിന്ന് ആ വ്യക്തി മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങളൊന്നും ക്ലിയർ ആകുന്നില്ല. അതിൽ നിന്നും മാറാൻ കഴിയാത്തൊരവസ്ഥ സംജാതമാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും പ്രതിസന്ധികളുടെ ഒരു മാലപ്പടക്കം ഇവിടെ നമുക്ക് കാണാം. വ്യക്തി ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ചവരായിരിക്കാം, ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടാകാം, നാളെയും ചിലപ്പോൾ ഈ സ്നേഹം തിരിച്ചു വന്നേക്കാം. പക്ഷെ നിലവിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. ചില ആളുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തകരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. തകരാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവർ അതിനുവേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. അത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാൻ 10 ഓഫ് വാണ്ട്സ് ആണ്. കടുപ്പം കുറയ്ക്കാൻ ശ്രമമുണ്ട്, പക്ഷേ പ്രതിസന്ധി മാറുന്നില്ല. ചിലപ്പോൾ ആ വ്യക്തി പ്രതിസന്ധികളൊക്കെ കുറക്കാൻ ശ്രമിക്കുന്നുണ്ട്, നിങ്ങളും ശ്രമിക്കുന്നുണ്ട്. പലതരം തുറന്നു പറച്ചിലുകളൊക്കെ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും, മധ്യസ്ഥ ശ്രമങ്ങളുണ്ടാവും, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, പരിപൂർണമാകുന്നില്ല. പക്ഷെ ഭയപ്പെടേണ്ട, അത് നല്ല രീതിയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയം. നമുക്ക് അടുത്ത കാർഡ് ലവേഴ്സാണ്. ജീവിതത്തിൽ തെറ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ പല നിലപാടുകളിലും തെറ്റുപറ്റിയിട്ടുണ്ട്, ആ വ്യക്തിയുടെ വാക്കുകളിലും തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ആൾക്കാരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മനസ്സ് കൃത്യമായിട്ടുണ്ട്. ആ മനസ്സിലൂടെ നിങ്ങൾ ആ സത്യത്തെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ മോശമല്ല. ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഇപ്പോഴും സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും തിരസ്കരിക്കാനുള്ള മനസ്സില്ല. രണ്ടുപേരുടെയും മനസ്സിൽ ഒരുമിക്കാൻ തന്നെയാണ് ആഗ്രഹം. അത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അത് വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ്, ദീർഘകാല ആശ്വാസം, കുടുംബം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ, താളമില്ലാത്ത സ്ഥിരതയുടെ അഭാവം ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരുമിക്കണമെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ ഉണ്ട്. രണ്ടുപേർക്കും പരസ്പരം തുറന്ന് സംസാരിക്കാനും തുറന്ന് കാര്യങ്ങൾ പറയാൻ കഴിയാത്തത് കൊണ്ടുള്ളൊരു ദുഃഖവും ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒന്നാകണമെന്നുള്ളൊരാഗ്രഹം ഇപ്പോഴും ഉണ്ട്. ഒന്നായി നിന്നാൽ മാത്രമേ തങ്ങൾക്ക് മെച്ചമുള്ളൂ എന്നൊരു ചിന്തയുണ്ട്. അത് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തെ അർത്ഥവത്തായ തലത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകാൻ കഴിയും. ഈ ഈഗോകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ രണ്ടുപേരെ തിരസ്കരിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പരസ്പരം കാണാൻ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധികളുണ്ട്, പരസ്പരം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അഭിപ്രായ വ്യത്യാസക്കുറവുണ്ട്. പക്ഷെ അങ്ങോട്ട് തള്ളിക്കളയാൻ തോന്നുന്നില്ല രണ്ടുപേർക്കും രണ്ടുപേരെയും വേണം എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പക്ഷെ തുറന്ന് സംസാരിക്കാനുണ്ട്. ഇടയിൽ ചില ആളുകൾ നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ, അതിൽ നിന്നൊക്കെ മുന്നോട്ട് വരാനും ജീവിതത്തിൽ വിജയം വരിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് രണ്ടാമത്തെ ഈ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ആ വ്യക്തി നിങ്ങളെ തിരസ്കരിക്കുമോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. ഒന്നാമത്തെ കാർഡിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ടൈംലെസ് ആണ്, ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ 2 ഓഫ് വാണ്ട്സ് ആണ് ആദ്യത്തെ കാർഡ്. ആളുകളുടെ ഭാവിയിലേക്കുള്ള ആലോചന, എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള സമയമാണ്. ഒരു നിശ്ചയമില്ലായ്മ അവിടെയുണ്ട്. ആ വ്യക്തി തീരുമാനം എടുക്കുകയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ വേണമെന്നുണ്ട്, നിങ്ങളെ തിരസ്കരിക്കാനും കഴിയില്ല. ആരൊക്കെയോ നിങ്ങളെ ഒഴിവാക്കുവാനായിട്ട് ആ വ്യക്തി ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് ആ വ്യക്തിക്ക് അതൊന്നും വിശ്വസിച്ച് നിങ്ങളെ തിരസ്കരിക്കാൻ തയ്യാറല്ല ആ വ്യക്തി. ചില നല്ല ആളുകൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, നിങ്ങളെ എതിർക്കുന്ന ചിന്തകളെ അവിടെ തടയുന്നുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ട്
ദുഷ്ടശക്തികൾക്ക് നിങ്ങളെ ആ വ്യക്തി അകറ്റാൻ കഴിയില്ല. അവിടെ വേറെ ചിന്തകളൊക്കെ വരുന്നുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളെ അങ്ങോട്ട് ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കില്ല. ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, അത് സത്യമാണ്. നിങ്ങളെ ആ വ്യക്തി അകറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് വിജയിക്കില്ല. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോവാം. 4 ഓഫ് സാർഡ്സ്, 4 വാളുകൾ. എന്തൊക്കെ ശ്രമിച്ചാലും നിങ്ങളെ തകർക്കാൻ കഴിയില്ല, നിങ്ങളുടെ വ്യക്തികളിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ കഴിയില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അത് മാറാൻ കുറച്ച് സമയമെടുക്കും എന്ന് മാത്രമേ നമുക്കിവിടെ പറയാൻ കഴിയുള്ളൂ. ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ് മാറാനായിട്ട്. മനസ്സിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായി. മനസ്സ് മാറാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. കാരണം കുറച്ച് സമയം വേണം, വിശ്രമം വേണം. അത്രത്തോളം ദുഷിപ്പ് ചിലർ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാനും എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കാൻ ആ വ്യക്തിയെ തീരുമാനമെടുക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മാറി ആ വ്യക്തി സ്നേഹിക്കും നിങ്ങളെ, സമയമെടുക്കും എന്ന് മാത്രമാണ് നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. ദി വേൾഡാണ്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് ഒരു ചക്രം പൂർത്തീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ചക്രം പൂർത്തീകരിക്കപ്പെടുകയാണ്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വിജയത്തോടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. തികച്ചും അടുപ്പമില്ലെങ്കിലും അടുത്ത കാലത്ത് ഒരു ക്ലോസ് ഉണ്ടാവും. ഇപ്പോൾ ഒരകൽച്ച കാണും, പക്ഷേ അത് മാറും. ആ ചിന്ത മാറി ജീവിതത്തിൽ ഒരുമിക്കുന്നൊരു രീതിയിലേക്ക് നിങ്ങളെത്തും. ജീവിതത്തിൽ അങ്ങനെ നിങ്ങളെ ആ വ്യക്തിയെ അങ്ങനെ അങ്ങോട്ട് ഇല്ലാതാക്കാനൊന്നും ആർക്കും കഴിയില്ല. നിങ്ങളുടെ സമയം വരാനിരിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നന്മ അത് വിജയിക്കുക തന്നെ ചെയ്യും. അടുത്തത് കിങ് ഓഫ് സോഡ്. പ്രായോഗികതയും മാനസിക നിശ്ചയവും ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ ഉണ്ട്. കുറച്ച് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. തനിക്ക് തെറ്റുപറ്റി, തൻ്റെ മനസ്സിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, തനിക്ക് കുറ്റം സംഭവിച്ചു, ആളുകൾ പറയുന്നതും താൻ സ്വയം തെറ്റായി പറഞ്ഞതൊക്കെ തെറ്റാണെന്നുള്ളൊരു ബോധ്യം ആ വ്യക്തിയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു സൈനായിട്ട് നമുക്ക് കൂട്ടാം. പക്വത മനസ്സിലേക്ക് വരുന്നു. ഇപ്പോഴാണ് ബോധ്യം വരുന്നത്. മുമ്പ് നിങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ആ വ്യക്തിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. ഒക്കെ തലയാട്ടി, ചിന്തിച്ചതും പ്രവർത്തിച്ചതും ഒക്കെ വേറെയാണ്. നമുക്കിനി അടുത്ത കാർഡിലേക്ക് 8 ഓഫ് കപ്സ്. ഒരു ബന്ധം വിട്ടുപോകുന്നത്, ഇമോഷണൽ ആയിട്ടൊരാൾ പിറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പിറകോട്ട് പോയിരുന്നതാകാം ചിലപ്പോൾ പിറകോട്ട് പോയിപ്പോൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനായിരിക്കും സാധ്യത. ഒന്ന് വലിഞ്ഞു നിൽക്കുന്നു, എന്തോ ഒരു കുറ്റബോധം മനസ്സിലുണ്ട് ആ വ്യക്തിയുടെ. ഒന്നുകിൽ താൻ ചെയ്തത് ശരിയായില്ലെന്നുള്ള ബോധ്യത്തിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ടാകാം. എന്തോ നേരെ വരാൻ ബുദ്ധിമുട്ട് ഉള്ളതുപോലെ നമുക്കിവിടെ കാണാം. നേരക്ക് വരാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അടുത്തത് ക്യൂൺ ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. നല്ല എനർജി ഉണ്ടാകാൻ പോവുകയാണ്. ഒരു കുഴപ്പവും സംഭവിക്കില്ല. ജീവിതത്തിൽ ഭയപ്പെടാനില്ല. വലിയ ആകർഷണം ഉണ്ടാകുന്നു ആ വ്യക്തിക്ക്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ഇതുവരെ ദുഃഖിച്ച് ഇരിക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നും വിട്ടു പോവില്ല. ആരൊക്കെ ശ്രമിച്ചാലും അതിനൊന്നും തകർക്കാനും കഴിയില്ല. അതാണ് ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. 3 ഓഫ് സാർട്ട്. 3 വാളുകൾ. ഹൃദയത്തിലാണ് കുത്തി നിൽക്കുന്നത്. വേദനയുണ്ട്, പക്ഷേ അത് കാണിക്കുന്നില്ല പുറത്ത്. ആ വ്യക്തിയുടെ ഹൃദയത്തിലൊരു വേദന സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ തിരസ്കരിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായൊരു വേദനയാകാം. നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ശരിയായിരുന്നില്ല, അതൊക്കെ തെറ്റായിരുന്നു എന്നൊരു ബോധ്യം വന്നിട്ടാകാം. ഏതായാലും കുറ്റബോധമുണ്ട്, വേദനയുണ്ട്, ഹൃദയം തുളച്ചു കയറിയൊക്കെയാണ്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ വാക്കും പ്രവൃത്തിയൊക്കെ ആകാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് ചെയ്തതിൻ്റെ പേര് ഓർത്തിട്ടാകാം. എന്തായാലും മനസ്സിൽ വിഷമമുണ്ട്, നോവുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അടുത്തതായിട്ട് നമുക്ക് നാലാമത്തെ 2 ഓഫ് കപ്സ്. ബന്ധത്തിനുള്ള ഒരു തുല്യ ആഗ്രഹം. ഇപ്പോഴും ചില ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് മുൻകൂട്ടി തീരുമാനിക്കേണ്ടതുണ്ട്. 2 ഓഫ് കപ്സ്. വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും.
പേടിക്കാനില്ല. അതിന് ദൈവിക അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഈശ്വരൻ ആഗ്രഹിക്കുന്നുണ്ട്. പരീക്ഷണങ്ങളാണ് ബാക്കിയൊക്കെ. അങ്ങനെ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയും പോകില്ല, ഉറപ്പാണ്. നിങ്ങൾ തമ്മിൽ അകലാൻ കുറേ കാര്യങ്ങളുണ്ടായി, വേദനയുണ്ടായി, കുറേ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ബന്ധം മുഴുവനായിട്ടും മുറിഞ്ഞു പോകില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. സാധിക്കില്ല, നിങ്ങൾക്കൊട്ടും സാധിക്കില്ല. ആ വ്യക്തിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ കരുതാൻ വേണ്ട. കാരണം കാര്യത്തോടടുത്ത് ഇപ്പോൾ ആ വ്യക്തിക്ക് ദുഃഖമായി. ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു, താൻ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊരു ബോധ്യം ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം ആവുന്നത്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.